ഒരു ഗ്രാമത്തിൽ ഷീല എന്ന ഒരു പാവപ്പെട്ട സ്ത്രീയും അവളുടെ 2 മക്കളായ അരുണിമ അശോക് താമസിച്ചിരുന്നു. അവരുടെ ചെറിയ കുടിലിൽ പലപ്പോഴും ഭക്ഷണം പോലും തികയാറില്ലായിരുന്നു. അമ്മേ, ഇന്നെന്താണ് കഴിക്കാനുള്ളത്? മോളെ, കുറച്ച് കഞ്ഞിയുണ്ട്. അത് കഴിച്ചിട്ട് സ്കൂളിൽ പോകാം. അമ്മേ, നിങ്ങൾ ദിവസവും എത്ര കഷ്ടപ്പെടുന്നല്ലോ. നിങ്ങൾ നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. അതാണ് എന്റെ സ്വപ്നം. അങ്ങനെ പറഞ്ഞ് ഷീല ജോലിക്ക് പോയി. ഒരു വലിയ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ വീട്ടമ്മ ഷീലയെ ശ്രദ്ധിച്ചു. ഷീലേ, നീ വളരെ കഷ്ടപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് സ്വന്തം ഒരു ചെറിയ ബിസിനസ് തുടങ്ങാത്തത്? അതിന് എവിടെയാണ് പണം? ഞാൻ നിനക്ക് കുറച്ച് സഹായം തരാം. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. ഷീല സന്തോഷത്തോടെ സമ്മതിച്ചു. അടുത്ത ദിവസം മുതൽ ഷീല വീട്ടിൽ ഉണ്ടാക്കിയ അച്ചാറുകളും പലഹാരങ്ങളും വിൽക്കാൻ തുടങ്ങി. ചേച്ചി, ഈ അച്ചാർ വളരെ രുചിയാണ്. എനിക്കും 3 കുപ്പി വേണം. വിൽപ്പന ദിവസം തോറും വർദ്ധിച്ചു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഷീല ഒരു ചെറിയ കട തുടങ്ങി. പിന്നീട് അത് വലിയ കടയായി വളർന്നു. അവളുടെ ജീവിതം എത്ര മാറി! നീ വീടുകളിൽ ജോലി ചെയ്തിരുന്നു. ഇന്ന് നിന്റെ സ്വന്തം കടയുണ്ട്. കുറച്ചു വർഷങ്ങൾക്കുശേഷം ഷീല ഒരു വലിയ ബിസിനസ്സുകാരിയായി. അവർ പുതിയ വീട് വാങ്ങി. അരുണിമയും അശോകും നല്ല വിദ്യാഭ്യാസം നേടി. അമ്മേ, നിന്റെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ വിജയത്തിന്റെ കാരണം. ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. അങ്ങനെ പാവപ്പെട്ട ഷീല തന്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സമ്പന്നയായി സന്തോഷത്തോടെ ജീവിച്ചു.